ഹായ് എല്ലാവർക്കും ഋഷ്മി ലോക്സിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ക്രെറ്റ എസ് ഓപ്ഷണൽ വേഴ്സസ് EX ഓപ്ഷണലുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അപ്പോൾ ക്രെറ്റ EX ഓപ്ഷണൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ EX ഓപ്ഷണൽ വേഴ്സസ് എസ് ഓപ്ഷണൽ ആണ്. അപ്പോൾ ഈ വീട്ടിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് പ്രൈസ് ഡിഫറൻസ് ഉള്ളത്, എന്തെല്ലാം ഡിഫറൻസ് ആണുള്ളത്, എന്നാൽ നമുക്ക് എന്തെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റ എസ് ഓപ്ഷണൽ വേഴ്സസ് EX ഓപ്ഷണൽ, ഈ രണ്ടിലും നമുക്ക് പനോറമിക് സൺറൂഫ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെറ്റയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കണക്റ്റഡ് DRL ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ വീണ്ടും തൊട്ടിട്ടാണ് കണക്റ്റഡ് DRL വരുന്നത്. നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റൊന്നും ക്രെറ്റയ്ക്ക് വരുന്നില്ല. സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും കൊടുത്തിരിക്കുന്നു. 190 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വേണ്ടത്. ഫ്രണ്ടിലെ ഗ്രില്ല് ആംഗ്ലി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ല് ഈ വീടിൻ്റെ തൊട്ടത്താണ് വേണ്ടത്. അപ്പോൾ EX ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ലും ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റും പിന്നെ കണക്റ്റഡ് DRLും തന്നെ വരുന്നില്ല. നമുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസ് ആണുള്ളത്. 215 70 or 17 ആണ് ടയർ സൈസ് വേണ്ടത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണുള്ളത്. നമുക്ക് അപ്പോൾ EX ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് വരുന്നത്. നമുക്ക് മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് എസ് ഓപ്ഷൻ വേണ്ടിലാണുള്ളത്. EX ഓപ്ഷനിലെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് ലൈറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ എസ് ഓപ്ഷൻ വേണ്ടിൽ കീഴ സെൻറ്റർ ആംഗിൾ ഈ വേണ്ടി തൊട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ EX ഓപ്ഷനിൽ കീഴ സെൻറ്റർ ആംഗിളും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്, UV കട്ട് ഗ്ലാസ്സുകളും തന്നെ വരുന്നില്ല. ടോപ്പിൽ നമുക്ക് റൂഫ് റൈസ് കാണാം, അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. അപ്പോൾ EX ഓപ്ഷണൽ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് റൂഫ് റൈസ് കാണുന്നത് തന്നെ വരുന്നില്ല. ഇനി നമ്മുടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേണ്ടികളും ബാക്കിലേക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. അടുക്കായിട്ട് വലിയ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്പറും വാഷറും ഡിഫോഗറുടെ ഗ്ലാസ്സുകളാണ് ഉള്ളത്. അപ്പോൾ EX ഓപ്ഷനിൽ നോക്കുമ്പോൾ ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഈ വരുന്നത്. വൈപ്പറും വാഷറും ഡിഫോഗറും തന്നെ EX ഓപ്ഷനിൽ വരുന്നില്ല. ഈ രണ്ട് വേണ്ടികളും നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഈ നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഇത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റ് കൊടുത്തും കൂടെ താഴെയിട്ടാണുള്ളത്. അപ്പോൾ EX ഓപ്ഷനിൽ ഈ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്തത് ഹാലജനായിട്ടാണ് വരുന്നത്. നമുക്ക് ക്രെറ്റാണ് ബാജിങ് കാണാം. നമുക്ക് വേരിയൻറ്റിൻ്റെ ബാജിങ് ഒന്നും തന്നെ വരുന്നില്ല. ബൂട്ടൺ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ വേണ്ടിൽ നമുക്ക് എസ് ഓപ്ഷണൽ വേണ്ടിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ EX ഓപ്ഷണൽ വേണ്ടി റിവേഴ്സ് ക്യാമറ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ബൂട്ടൺ ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിന് വലിയ ബൂട്ടുകളാണ്. അപ്പോൾ ബൂട്ട് ലാമ്പ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ EX ഓപ്ഷന് വേണ്ടി നമുക്ക് ബൂട്ട് ലാമ്പ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വേണ്ടിൽ വന്ന 195 60 or 16 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻറ്റർ ആംഗിളും വരുന്നുണ്ട് ഈ വേണ്ടി തന്നെ. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. ഡോപ്പായിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. സോഫ്റ്റ് ടച്ചിനുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണുള്ളത്. 4 പൗണ്ടർ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള 2 കീകളാണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കൂടി കീ ആണ് വരുന്നത്. സ്പീക്കർ ബില്ലാണ്, ടൂട്ടർ ബില്ല് വരുന്നുണ്ട്. ബോട്ടിൽ ഓടിച്ച് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടിയ സീറ്റുകളാണ്. ഇത് മാനുവൽ വേരിയൻ്റാണ്. 3 പെഡലുകൾ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ അവിടെ താഴോട്ട് കൊടുത്തിരുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. എസ് ഓപ്ഷണൽ വേണ്ടിൻ്റെ ഇൻറ്റീരിയർ വെക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. കാരണം ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ കൊടുത്തിരുന്നത്. ഇൻറ്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങൾ ബേസ് വേണ്ടത് തൊട്ട് ടോപ്പിൻ്റെ വരെ സിമിലർ ആയിട്ടാണ് ഉള്ളത്.
മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള 4 സ്പോക്ക് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. താഴെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു കൺട്രോൾ സൈഡ് പോർഷൻസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണുള്ളത്. ഇനി നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഈ വേണ്ട തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലവശത്ത് ഇൻസ്റ്റമംഗിൾ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് ഇരുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാമംഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്റ്റാമംഗിളാണ്. സ്പീഡോമീറ്ററും ആർപിഎമ്മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് കുറേ ഇൻഫോർമേഷൻ ഡിസ്പ്ലേ, അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് 20, ടയർ പ്രഷർ മോണിറ്ററിങ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിൻഡായിട്ട് എല്ലാ വാഹനങ്ങളിലും കാണുന്ന 8 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻ സ്ക്രീനാണുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം USB കണക്ട് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലെൻസോടെ റിവേഴ്സ് ക്യാമറ ആൻഡ് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഡസ്റ്ററിലാണ്. വേറെ അടുത്തോരത്തെ ഫീച്ചേഴ്സൊന്നും തന്നെ ക്യാമറയിൽ വരുന്നില്ല. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാസലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലാമർ കൺട്രോളർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വീണ്ടി തൊട്ടിട്ടാണ് ഓട്ടോ AC വരുന്നത്. നമുക്ക് ഇവിടെ ചെറിയ സ്പേസ് പക്ഷേ മൊബൈലെല്ലാം വയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കൺട്രോൾ ഓപ്ഷൻ വന്നിട്ട് വയർലെസ് ചാർജിങ് പാഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ടോപ്പ് എൻഡിൽ മാത്രമാണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ കാണാൻ ടോപ്പിൽ പ്രീമിയം ടച്ച് കിട്ടുന്ന രീതിയിലാണ് ഗ്ലോസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ് ടച്ച് ഒരു സെൻറ്റർ ആംറസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ബാജിങ് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോർണർ സൺവൈസസ് വിത്ത് മിറർ ആണുള്ളത്. ലൈറ്റ് ചെയ്യാനൊന്നും തന്നെ വരുന്നില്ല. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. സൺഗ്ലാസ് ഹോൾഡർ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സൺവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇന്ത്യൻ ലുക്ക്. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരെ തുറക്കുന്ന ഡോറുകളാണ്. ടോപ്പ് പാഡെല്ലാം ഡോൾ ടാങ്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം സിൽവർ ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓടസ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Type-C ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് സീറ്റ് 2 പൊസിഷനിൽ റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ ഒരെണ്ണം സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറിയിരുന്ന ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് ഇയറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവറിനെ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. ഈ സൺറൂഫ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഹെഡ് റൂമിൻ്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് എത്താനായിട്ട് പറ്റും. TX ഓപ്ഷനായിട്ട് ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാ വേണ്ടിയുള്ള ഇന്ത്യയിൽ നിന്നൊക്കെ എക്സാക്ട്ലി സിമിലർ ആണ്. ഡുവൽ ടോൺ പ്രസൻറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. സോഫ്റ്റ് ടച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. 4 പവർ കൺട്രോളും ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഓപ്ഷൻസ് വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് കളറിലാണുള്ളത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീ ആൻഡ് ലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കീ ആണ് വരുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് കൊണ്ടുവന്നാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോടെ സീറ്റുകളാണ്. ഇത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. EX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡ് പെഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനായിട്ട് താഴോട്ട് കൊടുക്കുന്നത് ഹുഡ് ഓപ്പൺ ചെയ്യാനത്. ഈ വശത്തേക്കാണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണുള്ളത്. നമുക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള 4 സ്പോക്ക് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. താഴത്തെ പോർഷൻസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല വശത്ത് ഇൻസ്റ്റമംഗിൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരുന്നു. ക്രൂസ് കൺട്രോൾ കാര്യമൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് വേണ്ടതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസ് പല വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസൊന്നും തന്നെ ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാമംഗിളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്റ്റാമംഗിൾ ആണ്. സ്പീഡോമീറ്ററും ആർപിഎമ്മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് പറ്റും.
ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് 20 എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായിയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന റേറ്റ് എഞ്ചിൻ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് എടുത്തിരിക്കുന്നു. ഈ വേണ്ടിൽ റിവേഴ്സ് ക്യാമറ വരുന്നില്ല. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഇതിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. താഴത്ത് കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഹസാർഡായിട്ടൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC യൂണിറ്റ് നമുക്ക് മാൻ ബേസിക് കൺട്രോൾസ് കാണുന്നത്. നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട്. Type C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറസ്റ്റ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹട്ടിച്ചിട്ടുള്ള ഓപ്ഷൻ തന്നെ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോഡ് റേസറിലെ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ്. സെൻറ്റർ IR VMS മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMS ആണ്. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ സ്റ്റിൽ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡ് സൺവൈസേഴ്സ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. ഗ്ലോബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോബോക്സ് ആണ്. കൂൾ ഫീച്ചർ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പടയെല്ലാം ടോൾട്ട കളർ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഉണ്ടല്ല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പൗണ്ടർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് കോമൺ സെറ്റിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിൽ ഓടിച്ച് ബാക്കിലേക്ക് AC വെൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Type C ചാർജിങ് പോർട്ട് കാണാം. പടയെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റും 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നു. ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. ഇപ്പോൾ അകത്തേക്ക് കയറി ഇരുന്നാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസമായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവറിനെ പോലും ഏകദേശം 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. പാനോറമിക് സൺറൂഫുകളുണ്ട്. ഹെഡ് റൂം ഇഷ്യൂസൊന്നും വരുന്നില്ല. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്രയായിട്ട് പറ്റും. കറക്റ്റായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ബേസ് ചെയ്യേണ്ടത് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ക്രെറ്റയിൽ നിങ്ങൾക്ക് എഞ്ചിനും ഗിയർ ബോക്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 സിലിണ്ടർ നാച്ചുറൽ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത്. നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. നമുക്ക് എല്ലാം നോക്കാം. നമുക്ക് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആൻഡ് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.